പ്രിയപ്പെട്ട വിദ്യാർത്ഥി സുഹൃത്തുക്കളെ, കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലെ ഫസ്റ്റ് സെമസ്റ്റർ ഫോറിയർ ഡിഗ്രി വിദ്യാർത്ഥികൾക്ക് എക്കണോമിക്സ് ഡിപ്പാർട്ട്മെന്റ് പ്രൊവൈഡ് ചെയ്യുന്ന MDC ആണ് സെക്യൂരിറ്റി ട്രേഡിംഗ് പ്രാക്ടീസസ് എന്ന സബ്ജക്ട്. അതിലെ ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ആണ് നമ്മൾ ഈ വീഡിയോയിൽ പറയുന്നത്. ആബിദ് ടോക്സിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇതുവരെ എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത പ്രിയപ്പെട്ട വിദ്യാർത്ഥി സുഹൃത്തുക്കൾ സബ്സ്ക്രൈബ് ചെയ്യുമല്ലോ. നമ്മൾ ആദ്യം പറയുന്നത് മൊഡ്യൂൾ 1. മൊഡ്യൂൾ 1 ഇൻവെസ്റ്റ്മെന്റ് എൻവിറോൺമെന്റ് മാർക്കറ്റ് ആൻഡ് ഇൻസ്ട്രുമെന്റ് എന്നതാണ് ഈ മൊഡ്യൂളിന്റെ പേര്. നമുക്ക് അറിയാവുന്നതാണ്. 3 തരം ക്വസ്റ്റ്യൻ ആണ്. 2 മാർക്സ്, 6 മാർക്സ്, 10 മാർക്സ് ക്വസ്റ്റ്യൻ. ആദ്യം നമുക്ക് 2 മാർക്സ് ക്വസ്റ്റ്യൻ നോക്കാം. ഇതിൽ 2 മാർക്സിന്റെ ക്വസ്റ്റ്യൻ ഇതിനപ്പുറത്തേക്ക് വരെ കുറെ ടൈപ്സും കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് എല്ലാ മൊഡ്യൂളിലും. ഫസ്റ്റ് മൊഡ്യൂളിന് primary market, secondary market, NSE and BSE, CDSL and NSDL, SEBI, FIS, DIS, stock market, capital market, preferred shares, common shares, options, future contract, call option, put option, forward contract, swap, financial market എന്നിവയാണ്. ഇനി 6 മാർക്ക് primary and secondary market, instrument of secondary market, different types of trading, major agencies of secondary market, BSE and NSE, SEBI, major agencies of secondary market. This is the same question തന്നെയാണ്. 10 മാർക്സിന് ഫിനാൻഷ്യൽ മാർക്കറ്റ് ചിലപ്പോൾ സെബി വരാനുള്ള സാധ്യതയുണ്ട്, അല്ലെങ്കിൽ ഇൻസ്ട്രുമെന്റ് ഓഫ് സെക്കൻഡറി മാർക്കറ്റ്. ഈ 6 മാർക്കിന്റെ ക്വസ്റ്റ്യനുകൾ ഏതെങ്കിലുമൊക്കെ 10 മാർക്കിന് വരാൻ സാധ്യതയുണ്ട്. ഓക്കെ, ഇനി മൊഡ്യൂൾ 2 ഇക്വിറ്റി സെലക്ഷൻ 11 മാർക്കിലാണ് സിലബസിൽ ക്വസ്റ്റ്യൻ പറഞ്ഞിട്ടുള്ളത്. പി റേഷ്യോ, PB റേഷ്യോ, ഡിവിഡൻഡ് yield, ഏർണിംഗ് പെർ ഷെയർ, ROE, ഡി എബിറ്റിഡ and EV EBITDA, moving average, price channel, VIX, support and resistance. ഇനി 6 marks technical analysis, fundamental analysis, P ratio and PB ratio, dividend yield, earning per share, candlestick, important method of technical analysis, important indicators of technical analysis. ഇനി 10 മാർക്സിന്റെ ക്വസ്റ്റ്യൻ ആണ്. ഇവിടെ മാർക്സ് ഉണ്ട്. Technical analysis and fundamental analysis, important ratios in fundamental analysis. Module 3 portfolio creation 11 മാർക്കിനാണ്. അതിൽ 2 മാർക്സ് capital gain, CAPM, arbitrage pricing theory, demat account, portfolio creation. CAPM, APT, Markowitz portfolio theory, behavioral portfolio theory, different types of brokers, process of opening demat account with discount broker, CAPM, theories of portfolio creation. ഓക്കെ, ഇത്രയാണ് തേർഡ് മൊഡ്യൂൾ എന്നുള്ളത്. ഇനി ഫോർത്ത് മൊഡ്യൂൾ സെക്കൻഡറി മാർക്കറ്റ് 2 മാർക്സിന്റെ ക്വസ്റ്റ്യൻ 17 മാർക്കിനാണ് ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻ ഈ മൊഡ്യൂളിൽ. ക്യുമുലേറ്റീവ് ഇൻവെസ്റ്റ്മെന്റ്, പോർട്ട്ഫോളിയോ അലോക്കേഷൻ, ട്രേഡർ സൈക്കോളജി, AMC, പൊസിഷൻ സൈസിങ് ഓഫ് ഇക്വിറ്റി, റിസ്ക് ആൻഡ് റിവാർഡ്. 6 മാർക്സ് ഡിഫറെന്റ് സെക്ടേഴ്സ് ഇൻ സെക്കൻഡറി മാർക്കറ്റ്, നീഡ് ആൻഡ് അപ്രോച്ച് ടു മെയിൻറ്റെയിൻ ഗുഡ് സൈക്കോളജി ബൈ എ ട്രേഡർ, capital building through cumulative investment, portfolio allocation and selection, creating portfolio composition of multiple segment, how to download virtual trading platform. In 10 marks portfolio allocation, selection of different sectors, trader psychology, different sectors in secondary market. ഈ രീതിയിലാണ് ക്വസ്റ്റ്യൻ. ഇതിൽ നമ്മൾ ഞാനൊരു CAPM ഇതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആണ്. CAPM എന്ന് പറയുന്ന കാര്യം. അതേപോലെ സെക്കൻഡ് മൊഡ്യൂളിൽ ടെക്നിക്കൽ അനാലിസിസും ഫണ്ടമെന്റൽ അനാലിസിസും ഏറ്റവും വലിയ ഇമ്പോർട്ടന്റ് ആണ്. പിന്നെ പ്രൈമറി മാർക്കറ്റ് ആൻഡ് സെക്കൻഡറി മാർക്കറ്റ്, ഇൻസ്ട്രുമെന്റ് ഓഫ് സെക്കൻഡറി മാർക്കറ്റ്, സെബി, ഇതൊക്കെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പാർട്ടുകളാണ്. ഓക്കെ, താങ്ക് യു.